വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻ്റർ ബട്ടണിൽ നിങ്ങൾക്കറിയാത്ത ഒരു രഹസ്യമുണ്ട്. നല്ലൊരു അടിപൊളി ഒരു സംഗതിയാണ്, ഒരു ട്രിക്കാണ്. അപ്പോൾ എന്താണ് വീഡിയോയിലേക്ക് പോകാം, എന്താണ് കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞ് തീർത്തുതരാം. ഇതിൽ നമ്മളൊരു വാട്സപ്പിലേക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ഒരു കീബോർഡ് ജിമെയിലിൻ്റെ കീബോർഡാണ് എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അങ്ങനെ നിങ്ങളുടെ കീബോർഡ് ജിമെയിലിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ സ്റ്റോർ പോയിട്ട് ജിമെയിൽ കീബോർഡ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ജിമെയിൽ കീബോർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒട്ടുമിക്ക ഏത് മൊബൈൽ ഫോൺ ആണെങ്കിലും അത് ഓട്ടോമാറ്റിക് ആ ജിമെയിലിൻ്റെ കീബോർഡ് ആയിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ഈ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാധാരണ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ സ്റ്റിക്കർമേൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിക്കറാണ് നിങ്ങൾ അയക്കാറുള്ളത്. പക്ഷേ ഈ കാണപ്പെടുന്ന ആളുകൾക്ക് ഒന്നുകൂടും വ്യത്യസ്തമാകാൻ വേണ്ടി നിങ്ങളെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സംഗതി ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു മൊബൈൽ ഫോണിൽ ഈ ഒരു കീബോർഡിൽ രണ്ട് ഭാഗത്ത് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ ഒരു കോമ, ഇതിൽ ഒരു ഇമോജിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇതിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ഈ ഒരു ഇമോജിമിലേക്ക് കൊണ്ടുവച്ചാൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കും. ഇനി അതല്ല, ഈ ഒരു എൻ്റർ ബട്ടണിലൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതേ സാധനം ഇവിടെ ആ ഒരു ഇമോജി ഇവിടെ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിൽ നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ മിക്സ്ഡ് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു ഇമോജി അയക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വ്യത്യസ്തമായിട്ട് രൂപത്തിലുള്ള ഇമോജി അയക്കാൻ പോവുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഈ 100% ഉള്ളതും അതുപോലെ തന്നെ ഒരു ആലോചിക്കുന്ന ഈ ഒരു ഇമോജിയും, ഇത് രണ്ടും കൂടിയും കിട്ടിയിട്ട് നമുക്കിവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി അതല്ല, എല്ലാ കുന്തവും നിങ്ങളെടുത്ത് നോക്കിയാൽ ചിലപ്പോൾ വർക്കാവില്ല കേട്ടോ. ഞാൻ ഒരു മീഡിയ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് വർക്കാവും. ഈ ഒരു ഈ ലവ് ചിഹ്നവും അതുപോലെ തന്നെ ഈ ഒരു പൂവും കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇമോജി കാണാൻ സാധിക്കും. ഈ ഇമോജി തന്നെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കത് വലിയ രൂപത്തിലുള്ള ഇമോജി ആയിട്ടാണ് അയക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നിങ്ങളെ വ്യത്യസ്തമാക്കപ്പെടാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ കുന്തവും വിളിച്ചിട്ട് എല്ലാം വർക്കായില്ല പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത്. അപ്പോൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.